our channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു കുഞ്ഞൊരു സ്ലൈം ഉണ്ടാക്കാൻ. അപ്പോൾ ആക്ടിവേറ്റർ, ഗ്ലൂ ആക്ടിവേറ്റർ നേരത്തെ ഞാൻ സ്ലൈം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പകുതിയാണ്. ഇത്ര മതി നമുക്ക് ഉണ്ടാക്കാൻ. പിന്നെ 2 ഗ്ലൂ ബോട്ടിൽ, ബിക്കോസ് വി ആർ മേക്കിംഗ് എ ജയൻറ്റ് സ്ലൈം. ഒരു വലിയ സ്പൂൺ, ഇത് വീട്ടിൽ സ്പൂണ് ഞാൻ കഴുത്തിൽ കഴുകുക. പിന്നെ കളർ, ഫുഡ് കളർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, സ്ലൈം ഉണ്ടാക്കുമ്പോൾ ആക്ടിവേറ്റർ നമ്മൾ ഈ വലിയ സ്ലൈം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് ആക്ടിവേറ്റർ കുറേ ഒഴിക്കുന്നത്. അല്ലാതെ കുഞ്ഞ് സ്ലൈം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒഴിക്കരുത്. പിന്നെ എന്ത് പറ്റുമെന്ന് ഞാൻ പറയാവേ. ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആക്ടിവേറ്റർ കൂടുതൽ ഒഴിച്ചു പോയി. അപ്പോൾ എന്ത് പറ്റി, അൺആക്ടിവേറ്റഡായി. പിന്നെ കൈ തൊട്ട് നോക്കിയപ്പോൾ കയ്യിൽ ഫുള്ള് സ്റ്റിക്കി ആയിപ്പോയി. അങ്ങനെ കുറേ ഒഴിക്കില്ല, 5 ml ഉള്ളി ഒഴിക്കണം. ഓക്കെ, അപ്പോൾ അവൾ വന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. സോ ഗായ്സ്, അവൾ വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം ഞാൻ ഇതിൻ്റെ റൂൾസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോവാണ്. ഫസ്റ്റ് 2 ഗ്ലൂ സ്ലൈംസ്. നമുക്ക് സാധാ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതില്ലാതെ ഉണ്ടാക്കാൻ പറ്റും, സാധാ ഗ്ലൂവിൽ. പക്ഷേ വി നീഡ് ആക്ടിവേറ്റർ. കണ്ടോ, ആക്ടിവേറ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കുറേ ഇൻട്രസ്റ്റേഷൻ. പിന്നെ നമ്മുടെ ഈ ബ്ലൂ ഡൈ നമുക്ക് വേണമെങ്കിൽ 2 ഡ്രോപ്സ് ഒഴിച്ചാൽ, വേണമെങ്കിൽ 4 ഡ്രോപ്സ്. വലിയ സ്ലൈം ഉണ്ടാക്കുന്നുണ്ട് 5 or 4 ഡ്രോപ്സ് നമുക്ക് ഒഴിക്കണം. പിന്നെ കുഞ്ഞ് സ്ലൈം ആണെങ്കിൽ 2 or 1 ഡ്രോപ്സ്. ലൈറ്റ് കളർ ആക്കാനാണ് എൻ്റെ ഐഡിയ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഡാർക്ക് ലൈറ്റ് കാണാൻ. അപ്പോൾ ഒരു ക്യാമറ എടുക്കുന്ന ഒരാളെ കാണിച്ചു തരാവേ. ഹലോ, ഈ ആളാണ് ആദ്യം എന്നോട് ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ എൻ്റെ ഇന്ന് വരും എന്ന് അറിയാമെന്ന് വെച്ചാൽ ആൾക്ക്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ ഉണ്ടാവത്തില്ല കേട്ടോ, കാരണം എനിക്ക് കുറച്ച് ജലദോഷമുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെ വീഡിയോ എടുക്കത്തേ ഉള്ളൂ കേട്ടോ ഗായ്സ്. നമുക്കിനി അടുത്തൊരു, ഞാൻ എപ്പോൾ ഇടുന്നത് ഗെയിമിങ് വീഡിയോസ് ആണ്, അതാണ് കൂടുതലും, അല്ലെങ്കിൽ അൺബോക്സിങ് വീഡിയോസ്. ഇത്ര ഞാൻ എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഇവരുടെ റൂൾസ് എല്ലാം കേൾക്കാം. എന്നിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം. പിന്നെ ഒരിക്കലും ഇത് കൊച്ചു കുട്ടികൾ ഒറ്റയ്ക്ക് അനുകരിക്കരുത്. ഞങ്ങൾക്കിത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഒരിക്കലും കൊച്ചു കുട്ടികൾ ഗ്ലൂ തൊട്ട് കളിക്കരുത്. +5 ഉള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. മാതാപിതാക്കളുടെ കൺമുമ്പിൽ തന്നെ. എന്നിട്ട് പോലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിവേറ്ററൊക്കെ നമുക്ക് ഒരു ഭയങ്കര കെമിക്കലാണ്. നമുക്കതൊക്കെ ഡേഞ്ചറസ് ആണ്. പിന്നെ ഞങ്ങൾ സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾ അതിന് കൈ പറ്റിക്കാണ്ട് നോക്കും. സ്പൂൺ വെച്ചിട്ടാണ് മിക്കപ്പോഴും പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലെ റൂൾസ് എന്താണെന്ന് കാണാം. അപ്പോൾ ആൾ പറഞ്ഞ ശ്രദ്ധിച്ചില്ല, +3 അല്ലെങ്കിൽ +5, 10 or 6 വയസ്സുള്ള പിള്ളേർ മുതൽ ചെയ്യണം. നല്ലതായിട്ട് ഈ വായിക്കാൻ പറ്റുന്നവർ. പേരൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അവർ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളിലാണെങ്കിൽ ഇങ്ങനത്തെ സ്പൂണൊക്കെ, ഞാനിത് പെർമിഷൻ ചോദിച്ചിട്ടാണ് മേടിക്കുന്നത്. ഇങ്ങനത്തെ സ്പൂണൊക്കെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ ആക്ടിവേറ്ററൊക്കെയും ഈ ഗ്ലൂ സ്ലൈമൊക്കെ, ഗ്ലൂവിൻ്റെ സ്ലൈം ഗ്ലൂ ഒക്കെ ഇതിൽ പറ്റി പിടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വയറിളക്കം അല്ലെങ്കിൽ ഛർദ്ദിക്കും. നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി സോപ്പ് ഇട്ട് കഴുകണം കൈ, അല്ലെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാക്കും. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ വലിയ സ്ലൈം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ സെറ്റ് വരുമ്പോൾ അതിലൊരു മാനുവൽ ബുക്ക് ഉണ്ടാക്കി, ഇത്രയും കുഞ്ഞു ബുക്ക്. അതിൽ ഇതുണ്ടാക്കും, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഇത്. പക്ഷേ ഇത് നമ്മുടെ ആപ്പിൽ തന്നെ, ആമസോൺ ആപ്പിൽ തന്നെ ഇതിൻ്റെ ഇത് വരും, റൂൾസ് വരും. ഫസ്റ്റ് യു വാണ്ട് ടു പോർ ദിസ് ½ കപ്പ്. നമ്മൾ നോർമൽ കപ്പല്ലേ, നമ്മൾ മരുന്നൊക്കെ കുടിക്കില്ല, ലിക്വിഡ് മരുന്ന്, അതൊക്കെ കുടിക്കുമ്പോൾ ഉള്ള കപ്പിൽ ഫുള്ള് എടുത്തിട്ട് ഒഴിച്ചിരുന്നു. നമ്മളിപ്പോൾ ഇത് രണ്ടും സെയിം സമയത്ത് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ
ഉണ്ടെങ്കിൽ ഇതിന്റെ നിങ്ങൾ ബോട്ടിൽ കളയണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന പറഞ്ഞിട്ട് ആ പിള്ളേരെടുത്തിട്ട് വെള്ളം ആക്കിയിട്ട് മറ്റേ വായിങ്ങനെ ആക്കുമല്ലോ കുഞ്ഞു പിള്ളേരൊക്കെ അറിയാതെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇഡ്ഡലിയും വരട്ടെ, നമുക്ക് ബാക്കി എന്താ പറഞ്ഞ ചെയ്യാം. ഓക്കെ ബൈ. എന്താ പറ്റി അവള് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അവളോട് ചോദിച്ചു. അവളിപ്പോൾ ഡ്രസ്സ് മാറുകയാണ്. ഡ്രസ്സ് മാറിയെന്ന് തോന്നുന്നു. ഇനി അവൾ മുടിയൊക്കെ ചീയിട്ട് വരുന്നുണ്ട്. വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഭയങ്കര ഒരുക്കമാണ്. അല്ലെങ്കിൽ അവൾ കുളിക്കുന്ന കുറച്ച് ലേറ്റായിട്ടാണ് ഗൈസ്. പിന്നെ ഗൈസ്, നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ഈ വൈറ്റ് ടൈൽസിലൊന്നും ചെയ്യാനേ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കായിരിക്കും. കാരണം നമ്മുടെ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടിവേറ്ററും ഗ്ലൂ ഒക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കായിരിക്കും. അത് കുറേ സ്പൂൺ വെച്ച് ഇളക്കി 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 നമ്മളത് നേരെയാക്കണം, എന്നാലേ ആവത്തുള്ളൂ. വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ കളർ അറിയാതെ വീഴിച്ചു, അത് പോവത്തില്ല. ഇത് ഫുഡ് കളറിങ് എന്ന് പറയുന്ന സാധനമാണ്, നമ്മുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് നമ്മൾ ടൈൽസിൽ ജസ്റ്റ് ഇങ്ങനെ പോർ ചെയ്ത് ഇതൊക്കെ അപ്പോൾ പോകത്തില്ല. കുറേ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആള് കണ്ട് എത്തിയിട്ടുണ്ട്. സെയിം ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് അവള് കുറച്ച് പിന്നെ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ ഓക്കെ, ഇത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ മിണ്ടത്തില്ല കേട്ടോ ഗൈസ്. ഇവരുടെ കൈകളെ കാണത്തുള്ളൂ. ഇനി ഇവരുടെ മുഖവും കാണത്തില്ല. വെട്ടി മാറ്റാൻ പോവാണ്. ഇനി നിങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റ് നമ്മുടെ ഗ്ലൂസ് ഉണ്ട്, ഫസ്റ്റ് നമ്മൾ പോർ ചെയ്യാൻ പോവാണ്. നമ്മൾ അവിടെ ടി വി വെച്ചോണ്ട് എൻ്റെ ഫുൾ പാകം സെറ്റ് അവിടെ. നീ ഇത് പോർ ചെയ്തോ. പീച്ചണേ, ഇങ്ങനെ പീച്ചയല്ലേ പോറാൻ ഞാൻ തീർക്കണ്ടേട്ടാ. ഉള്ളും തീർക്കടി. ഇങ്ങിട്ട് വേറെ സെറ്റ് ഉണ്ട്. ഇതൊരു പ്രത്യേക ഏസുമാറാണ്. ചേട്ടയല്ല പറഞ്ഞു, ചേട്ടൻ്റെ സ്വരം ഇനി കേൾക്കത്തില്ലെന്ന്. അത് വെറുതെ പറഞ്ഞല്ലോ, ഇടക്കിടക്ക് ഞാൻ പറയും കേട്ടോ ഗൈസ്. അത് നിങ്ങൾ ഓക്കെ. നമ്മൾ ഇത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുലുക്കി കാണിച്ചേടി. കുലുക്കി കാണിക്കണേ. ഉണ്ടോ? ഇത് 2 ബോട്ടിൽ നോക്ക് ഗൈസ്. 2 ബോട്ടിൽ ഇപ്പോഴും ഒഴിക്കില്ലേ, ലാസ്റ്റ് ആണ് നമുക്ക് വയ്ക്കുന്നത്. 2 ബോട്ടിൽ ഫിനിഷ് ആയിട്ട് എത്രയുള്ളത് നോക്ക് ഗൈസ്. ചമ്മിപ്പിച്ചെന്ന് പറയുന്ന ഞാനില്ല, നോക്ക് എത്രയുണ്ടെന്ന്. അപ്പോൾ കണിച്ചിടി ഫസ്റ്റ് ഇച്ചിരി ഇളക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും തരട്ടെ, ആക്ടിവേറ്റർ ആവുമ്പോൾ പണി കിട്ടും. ഓക്കെ, ഇളക്കിക്കോളൂ. പൈകെ ഭയങ്കര സ്ലോലിയാണ് ഗൈസ്. ഓക്കെ, എനിക്കണേ ഞാനൊരു സാധനം ചെയ്യട്ടെ. ഈ ബബിൾസ് മാറ്റണം. അല്ലെങ്കിൽ ബബിൾസ് ഒന്നും ഒരു വൃത്തിയില്ല. ബബിൾസ് മാറില്ല. വേറെ ഉറപ്പില്ല. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയട്ടെ. ഇത് പിടിച്ചടി. ഈ ലാസ്റ്റ് അടി ഇതിവിടെ ഇങ്ങനെ പിടിച്ചോളാം. എടുക്കില്ലേ, ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതിയേ. നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും, ഫുഡ് കളറിങ്. നമുക്ക് 4 ഡ്രോപ്സ് ഇട്ടല്ലോ. ലൈറ്റ് വേണോ ഡാർക്ക് വേണോ? ലൈറ്റ് വേണോ ഡാർക്ക് വേണോ? ലൈറ്റ് മതി. ലൈറ്റാ. നമുക്ക് 4 ഡ്രോപ്സ് വയ്ക്കാം. ഇത്രയില്ലല്ലേ? 1 2 3 4. അത് ഒരെണ്ണം കൂടെ വയ്ക്കട്ടില്ല. ഇത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. നോക്കുമ്പോ മാത്രമേ ഗൈസ് ഇത് കാണുമ്പോ ഗ്രീൻ പോലെയല്ലേ ബ്ലൂ പോലെയല്ലേ കാണുന്നേ. പക്ഷെ അത് ഗൈസ് അത് ആക്ച്വലി ഇറ്റ് ഈസ് ഗ്രീൻ. അല്ല, ഇച്ചിരി കൂടെ ഒഴിച്ചോ. ഇത് ഇച്ചിരി ലൈറ്റ് ഇപ്പൊ ഒരു ഡ്രോപ്പും കൂടെ ഒഴിച്ചോ. ഒരു 2 ഡ്രോപ്പ്. അയ്യോ, കുഴപ്പമില്ല. ഇത് മിക്സ് ആയി വരുമ്പോഴത്തേക്കും ഗ്ലൂ അല്ല, അങ്ങനെ മിക്സ് ആയി വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഞാൻ ഇത് ഒഴിക്കാം. ഇത് പാകമായിട്ടോ. ഇത് മതി. ഇത്രയും നേരം ഇത് ഇച്ചിരി ഒഴിച്ചാൽ മതി. അപ്പത്തേക്ക് നമുക്കൊരു ഇത് കാണിച്ചേ. ഇത് ഫുള്ള് ഒഴിക്കാം, 2 എണ്ണം. അതാണ് പോലെ കുറച്ച്. എടി, നിന്റെ കൈ കാരണം കാണത്തില്ല. കൊണ്ടിടണ്ടേ?
പൊന്നിട്ടിട്ട് ഞാൻ ഇളക്കുന്നതാണ്. സോ ഗൈസ് ഇവിടെ ഇൻഗ്രീഡിയന്റ് പിന്നെ ഇനി ഞാൻ സ്പീഡ് ചെയ്യണം. സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗൈസ് ഇതൊരു നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ സ്ലൈം മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഇതല്ല എൻ്റെ ഐഡിയ ആണ് ഗൈസ്. ശരിക്കും ഇവരിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി സക്സസ് ആയതുകൊണ്ട് വൈകുന്നേരം ഇവരെല്ലാം കളിക്കാൻ. ഇവിടെ അലയില്ലാത്ത യൂട്യൂബർ ചോദിച്ചു പിന്നെ ഇത് വേണോന്ന്, നമുക്ക് സ്ലൈം ഇവിടെ നിന്ന് ഒന്നും കൂടെ ഉണ്ടാക്കിയാലോ എന്ന്. അന്നേരം അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കാൻ. കറക്റ്റ് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയമായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു എടി എന്നാൽ നമുക്കിതൊരു വീഡിയോ ആക്കി ഇട്ടാലോ, ഒരു വെറൈറ്റി വീഡിയോ എന്ന് ചോദിച്ചു. അന്നേരം അവള് ഓക്കെ. നമുക്ക് ഇതിങ്ങനെ ഇതെല്ലാം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് ഗ്രീൻ ആണെന്ന് പറയുന്നേ. ഞാൻ മറന്നു. ഇതെല്ലാം ഇങ്ങോട്ടാക്കണം. സോ ഗൈസ് ഇത് ഒരിക്കലും കൊച്ചു കുട്ടിയോട് നിങ്ങൾ ചെയ്യേ പാടില്ല. ഇവള് ക്രിയേഷൻ നമുക്ക് ഒരിക്കലും നിങ്ങൾ പിന്നീട് ബ്ലൂ ചെറുതായിട്ടായി. അത് ബ്ലൂ ആവുന്ന എന്നാന്നറിയോ? അല്ല വേണ്ട, അത് കൈപ്പ് തൊടല്ലേ. ഞാനത് തൊട്ട് നോക്കണം. എന്റെ കയ്യിലൊന്നും ആയില്ല. നിങ്ങൾ ഇച്ചിരി സ്പീഡിലായിക്കോ, വീഡിയോയുടെ ലെങ്ത് കൂടാൻ പാടില്ല. ആയില്ല, കുറച്ചും കൂടെ കട്ടിയാവട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഞാനും കൂടെ തൊട്ട് നോക്കട്ടെ. ഇച്ചിരി ആക്ടിവേറ്റർ വേണം. ഐ ആം തിങ്കിങ് സ്റ്റിക്കിനെസ് പോയിട്ടില്ല. സ്റ്റിക്കിനെസ് പോയിട്ടില്ല. കൈ മാറ്റിക്കോ വേണ്ടി ഞാൻ ഇളക്കട്ടെടാ. ഇത് കുറച്ചും കൂടെ മിക്സ് ചെയ്യണം, എന്നാലും സ്റ്റിക്കിനെസ് പോയിട്ടില്ല. കുറച്ച് ഞാനും കൂടെ മിക്സ് ചെയ്യട്ടെ. ചേട്ടാ ഒന്ന് കൈമാറ്റിക്ക്. ബെസ്റ്റ് ഇച്ചിരിയും കൂടെ ആക്ടിവേറ്റർ ആക്കണം. നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഇടണം. 1 2 3 and 4 5. ഓക്കെ, ഇനി അത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ മിക്സ് ചെയ്യണം. വീഡിയോ ആണ് സൗണ്ട് നോക്കണേ. എന്താ പറയുന്നത്, മറ്റെന്താ പറയുന്നത്, ചീക്കളി ആവുന്നു. ഇതെല്ലാം മണ്ടയ്ക്ക് വെച്ചു. ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങോട്ട് അലീന അവക്കൊന്ന് കൊടുത്തേര്. എന്തോ പറയുന്നത് ചേട്ടാ കാണിച്ചേ. ഞാനൊരു സൗണ്ട് വെച്ച് കാണിച്ചേ. കണ്ടോ, കട്ടിക്കാക്കില്ല. കുറച്ചു നേരം കൂടെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിക്കേ. ഓക്കെ ഗൈസ്, ലൈറ്റ് ഓഫ് ചെയ്യേ. ലൈറ്റ് ഓഫ് ഓക്കെ. കൊണ്ട് മാറ്റിക്കേക്ക് സൈഡിലൊക്കെ വീക്കുന്നുണ്ടടാ. കൂടെ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ പരസ്പരം ഇടാന്നാണ് കേട്ടോ വിളിക്കുന്നത്. ആയിട്ടുണ്ട്. ഇല്ല, അത് സ്റ്റിക്കിനെസ് പോയിട്ട് എന്റെ കൈ വാട്ടർ ഇൻ യുവർ ഹാൻഡ്. ഇല്ല, എന്റെ കയ്യിൽ വാട്ടറേ ഇല്ല. അമ്മേന്റെ കയ്യിലുള്ള എഡ്ലിൻ ഇതിവിടെ വെച്ച് മുറിഞ്ഞു കാല് മാറ്റിക്കടി. ഇച്ചിരിയും കൂടെ ആക്കട്ടെ. ഗൈസ്, നമ്മൾ ഇത് എക്സ്ട്രാ ആയിട്ട് ഇത് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ എന്നതാ ഒഴിക്കുന്നേ? ഇത് ഇതിന് ബബിൾസ് കേൾപ്പിക്കട്ടെ. അപ്പൊ ഗൈസ്, ബബിൾസ് കൂട്ടുന്ന ഒരു സൗണ്ട്. ഞാൻ ഒരു മിനിറ്റ് ഗൈസ്. സൗണ്ട്
നിന്റെ കൈ തൂത്തിട്ട് വന്നേ. ഇച്ചിരി ഇത് നനവുണ്ട്. ഇല്ല, നനവില്ല. അത് ഓക്കെ. സ്ലൈമ് റെഡിയായി. ഇനി എല്ലാരും കൈ പിടിച്ചിട്ട് ഔട്ട്ഡോർ പറയാൻ നേരായിട്ടോ. ഇപ്പോഴല്ല ഗൈസ്, ഇവർക്ക് ഞാൻ ഇച്ചിരി കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത്. അതിന് പിന്നെ നമ്മളെല്ലാവരും ഔട്ട്ഡോർ പറയണം. കാരണം ഇത് അലേന യൂട്യൂബറിന്റെ ചാനലിലും ഏതെങ്കിലും യൂട്യൂബ് ചാനലിലും വരുന്ന വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിലൊന്നും ഇവിടെ എൻ്റെ കസിനാണെന്ന് അറിയത്തില്ല. അവളുടെ വീഡിയോ ഉണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. കോട്ടൺ ആയിട്ട് മതിലുണ്ടോ? അത് കഴിഞ്ഞാൽ അവളുടെ വീടാ. കോട്ടൺ ഉള്ളത് പറ്റില്ല കേട്ടോ. കോട്ടൺ മാറ്റ്. ഇപ്പം നമ്മളൊരു ഷെയറിങ് ടൈമാണ്. ഇത് കുറച്ച് കൂടുതൽ ചെയ്യണേ. എനിക്കും കൂടെ വേണേ. ഓക്കെ. ഇത് കഴിഞ്ഞ ചോളം എനിക്ക് തന്നില്ല. നീ എനിക്ക് സ്വന്തമായിട്ട് തന്നിട്ടില്ലല്ലോ. വേറെ ഒരു വില്ലുതാടാ. ഇച്ചിരി കൂടി വില്ലുതാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. തീർന്നു ആയിടി. എടി വേറെ എടുത്തിട്ട് അതിന് പറ്റത്തില്ല. ഇതൊന്ന് പിടിച്ചേ. ഞാനിത് നെറ്റ് കാണിക്കുന്ന ഒരു വീഡിയോ. So guys, our Ethan is doing. നല്ല ഫ്ലഫിയാണ്. ഇവിടെ ചെറിയ സ്റ്റിക്കിനെസ് ഉണ്ട്. നിങ്ങളുടെ ഇത് വെള്ളം ഉണ്ടെങ്കിൽ പറ്റത്തില്ല എന്നാണ് ശരിക്കും പറയണ്ടേ. ഓക്കെ, ചേട്ടാ ഇത് പിടിച്ച് ചേട്ടാ ഇച്ചിരി തരാം. ഒരു മിനിറ്റ് ഒന്നും കൂടെ ആയിരിക്കും. ഇരുള്ള സ്റ്റിക്ക് അല്ലേ. ഗ്ലിറ്റർ ആണെങ്കിൽ എന്താ പറയുന്നത്, യക്കി യക്കിയാവും. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ കൈ എങ്ങനെയാവുന്നത് കണ്ടോ? എൻ്റെ കൈ കാണിച്ചത് ഇങ്ങനെയാവും. അതുകൊണ്ടാണ് അടുത്ത ആള് ഒരു മിനിറ്റ് അതൊന്ന് പിടിച്ച്. ഞാൻ പിടിക്കാം അതൊന്ന് കാണിച്ചു. ഇതിൽ തന്നെ പിച്ചിക്കൊണ്ടിരി. ഇങ്ങനെ ആക്കിക്കൊണ്ടിരി. പോകണ്ട ചേട്ടാ. ഇങ്ങനെ ആക്കിക്ക്. ചേട്ടാ രണ്ട് കൈയും ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്ക്. നമ്മുടെ കൈയിൻ്റെ ചൂടില്ലേ മാറ്റും ഇത്. എടാ എൻ്റെ കൈ അങ്ങനെ ബാക്കി വെക്കില്ലേ. എന്റെ കയ്യിലോട്ട് തന്നോളൂ ക്യാമറ. പൊന്നൂട്ടി നിന്റെ കയ്യിലുണ്ടല്ലോ വേറെ നിങ്ങൾ യൂസ് സോ ഗൈസ്, നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് വരാം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. സോ വി ആർ കമ്മിങ് ബാക്ക്. താഴെ ഇട്ടല്ലേ. ഈ സ്ലൈം ആണെങ്കിലും ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അയ്യോ ഗായ്സ്, ഇത് കയ്യിലൊട്ടുന്ന സാധനമാണ് കേട്ടോ. ഭയങ്കര സ്റ്റിക്കിയാണ്. ഇത് ശരിക്കും അങ്ങനെ ഒരു നമ്മുടെ മറ്റേ ഈ സ്ലൈമിന് നമ്മളുടെ കൈ ഒട്ടി പിടിക്കുന്ന സാധനം നമ്മൾ സ്ലൈമിൽ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നോക്കോളും. അത് വേറൊരു സംഭവമാണ്. പക്ഷേ നിങ്ങൾ എന്നാലും ഇത് സോപ്പിലിട്ട് കഴുകാണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് മാറ്റല്ലേ കേട്ടോ. ഇതിലാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാൻ പോണേ. എനിക്ക് ഒരെണ്ണം തരണേ. എനിക്ക് കുറച്ച് തരണം. ചേട്ടയ്ക്കും കൊടുക്കണം. അല്ല, എനിക്കായിട്ട് ഒരെണ്ണം തരണം. ഇതിൽ തന്നെ മതി ചേട്ടായി. ചേട്ടായി പോയി എടുത്തോണ്ട് പോ. ജസ്റ്റ് ചേട്ടായി എടി എനിക്കായിട്ട് തന്നെ ഒരെണ്ണം തരുമോ? ചേട്ടയ്ക്ക് എവിടെ? ചേട്ടായിക്കുള്ള പ്ലേറ്റ് എവിടെയാ? ചേട്ടായിക്ക് വേണ്ടേ? അമ്മേനോട് ചോദിക്കാൻ എനിക്കറിഞ്ഞൂടാ. സോ ഗൈസ്, ഇത് നല്ല ഫ്ലഫിയും സോഫ്റ്റും. ഇത് കുറച്ചും കൂടെ ആയിക്കോടി. ആക്ടിവേറ്റർ കുറച്ചും കൂടെ ഒഴിച്ചോട്ടോ. ഓവർ ആവുകയാണെങ്കിൽ പണി കിട്ടും. പക്ഷെ ഇത് നല്ല ഇത് സ്റ്റിക്കിനെസ് കൂടുതലാ. കൈ വെച്ച് ഞാൻ കുറച്ചേ ഇടുള്ളൂ.
എടി അങ്ങനെ അടുപ്പിച്ച് വെക്കല്ലേ. അയ്യോ നിങ്ങൾ രണ്ടാളും കൂടെ ഇനി ഇത് മിക്സ് ചെയ്യാനുള്ള വഴക്കാണ്. ഇതുണ്ടോ ഗ്ലൂവിന്റെ ഒരു അവസ്ഥ എനിക്ക് ഞാൻ ഞെക്കിയതാ ചേട്ടാ. ഞാനും പൈകയും ഞെക്കിയത്. മാറ്റിക്കണം, ഞാൻ ആക്കട്ടെ. എന്റെ മോനെ എന്താ പറയുക. സോ ഗായ്സ് നമ്മൾ വെച്ചെടുക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഫുള്ള് ഒട്ടുവാണത്. എടി നമ്മുടെ കയ്യിൽ ആക്ടിവേറ്റർ ആക്ടിവേറ്റർ ആക്കുമ്പോൾ ഒട്ടും സേഫ്. ഓടിപ്പോടിപ്പോവിടെയും വീട്ടല്ലേ. കേസ് നോക്കേണ്ട കൈ എന്താ പറ്റുന്നത്. ഇരിപ്പടി ഞാനച്ച് ഞാൻ കൊല്ലി സാധനത്തിൽ ഇച്ചിരി കൂടെ ആക്ടിവേറ്റർ ഞാനാട്ടെ. ട്രെയിനിൻ്റെ പക്ഷേ കുറച്ചും കൂടെ ആക്ടിവേറ്റർ ആക്കും. കയ്യിൽ വെച്ചിട്ടാട്ടെ. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യും, എന്നാലേ മര്യാദ കാണത്തുള്ളൂ. എഡ്ലിന് ഇടയ്ക്ക് കയറില്ല കേട്ടോ. അവിടെ എന്ത് പറ്റിയ വീഡിയോ എടുക്ക്. മൂത്രമൊഴിക്കാൻ മുട്ടുന്നെങ്കിൽ പോയി മൂത്രമൊഴിക്കാം. ഓക്കെ ഗൈസ്, പൊന്നു ഫ്ലാഷ് ഇറിറ്റേഷൻ ആവുന്നുണ്ടോടാ? യെസ്, ദാറ്റ് ഈസ് ഇറിറ്റേഷൻ. ഗൈസ് ഒരു സൗണ്ട് കേൾക്കുവേ. ഇറ്റ് ഈസ് ദ സൗണ്ട്. മാറ്റിക്കേടാ ഗൈസ്. ഈ സൗണ്ട് കേട്ടിട്ട് ഒന്നും വിലയിക്കല്ലേ കേട്ടോ. പൊട്ടിച്ചിട്ട് പൊക്കിപ്പൊടി അങ്ങനെ ഞാൻ തന്നെ എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഇപ്പൊ കറക്റ്റാടി. ഇപ്പൊ കയ്യിലൊട്ടുന്നില്ല. പക്ഷെ ആക്സിഡന്റ് കുറച്ച് കൂടിപ്പോയി സോപ്പിന്റെ ഒരു. ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊട്ടും. എന്തൊരു വലിയ ബബിളാ. ഇവർക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ചേട്ടൻ്റെ കൈ കൊടുക്കുകയാണ്. എഡ്ലിൻ ക്യാമറയാണ്. 24 മണിക്കൂറായി നമ്മൾ എടുത്തിട്ട്. ഇനി ഇവർക്കായിരിക്കും ഹാൻഡ് ഓവർ. 3 കൈ കാരണം നിങ്ങളുടെ ആ സാധനം ഹാൻഡ് ഓവർ ചെയ്ത് ഇനി എനിക്ക് ആര് തരും? എനിക്കിവിടെ ഡിവൈഡ് ചെയ്ത് തരത്തില്ല. അവിടെ മോങ്ങുണ്ടോ? വീട് പിടിച്ചേ. ഇവര് രണ്ടുപേര് ഇതായതുകൊണ്ട് പൊരിട്ട് നിനക്ക് കുറെ ഉണ്ട്. അതിലത്തെ ഡിവൈഡ് ചെയ്യണം കേട്ടോ ചേട്ടയ്ക്ക്. സോ ദേ ആർ ഷെയറിങ്. കണ്ടോ, they are sharing brothers and sisters, they are saying. So cheating ഒന്നും കാണിക്കരുത്. ഇപ്പൊ അല്ലടാ വീട്ടിൽ ചെല്ലട്ടെ. ഞാൻ ഇതില് വേണം. ഇത് വീട്ടിൽ ചെല്ലട്ടെന്ന് പറയാൻ ഇത് വീടാണ് നമ്മുടെ. ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീട് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒരു ഹോം ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റെയർവേസ് എടുത്തിട്ടില്ലായിരുന്നു. സ്റ്റെയർവേസിൻ്റെ ഒരു ടൂറ്, അത് അപ്സ്റ്റെയർ ടൂർ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗായ്സ്. ഇപ്പൊ സ്കൂൾ തുറന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബിസിയാണ്. എനിക്കിപ്പോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. സോ ഓക്കെ, ഔട്ടർ പറഞ്ഞോ. ഇതാണ് നമ്മളുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ആവട്ടെ. ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരുമെങ്കിൽ അപ്പത്തേക്കും ബൈ.